ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അല്ലേ? എന്താ Please tell me that I can't, that I won't, that I fail, that I'll never make it out, yeah. Please tell me all the bad, never good, fill my head full of every single doubt, yeah. Please say any negative thoughts, I pop off. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെയധികം പ്രത്യേകത ഉള്ളതാണ്. കോഴിക്കാർപ്പിൻ്റെ ഒരു ഫാം വീഡിയോ എടുക്കാനാണ് വന്നുള്ളത്. സാധാരണ കോഴിക്കാർപ്പിൻ്റെ ഫാം വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇന്നത്തെ കോഴിക്കാർപ്പിൻ്റെ വളരെയധികം പ്രത്യേകത ഉള്ളതാണ്. നമ്മൾ കേരളത്തിൽ തന്നെ, നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കോഴിക്കാർപ്പ് നമ്മളെ ഈ ഒരു ഫാമിലുണ്ട്. ഓക്കെ, അപ്പോൾ തള്ളല്ല, നമ്മളത് വീഡിയോ ശരിക്കും കാണിച്ചു തരും. അപ്പോൾ ബിഗ്ഗസ്റ്റ് സൈസായിട്ടുള്ള വലിയ കോഴിക്കാർപ്പ് ഇവിടെ ഉണ്ട്. വളരെ അപൂർവമായിട്ട് മാത്രമേ കോഴിക്കാർപ്പ് ആ ഒരു സൈസിലേക്ക് എത്തുള്ളൂ. സാധാരണ നമ്മൾ ജപ്പാനിലും തായ്ലാൻഡിലും ഒക്കെയാണ് ആ വലിയ സൈസിലുള്ള കോഴിക്കാർപ്പ് കണ്ടിട്ടുള്ളത്. പക്ഷേ നമ്മുടെ കേരളത്തിലും അത്രയും വലിയ സൈസിലുള്ള കോഴിക്കാർപ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫാമിനോട് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ചോദിച്ച് നോക്കിയിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സമീർ. അപ്പോൾ ഇത് കറക്റ്റ് സ്ഥലം കൊണ്ടോട്ടി മേലങ്ങാടി ഹൈസ്കൂളിൻ്റെ താഴെ. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോ ആദ്യമായിട്ട് വരുന്നല്ലേ? യൂട്യൂബിൽ നമ്മൾ കേരളത്തിന് സംഭവം ഉണ്ടാവില്ല. നിങ്ങളെ പേജിലും ഇതിലും വലിയ പുറത്തുള്ളവരൊക്കെ പേജിലാണ് ഞാൻ കൂടുതലായിട്ട്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഈ ഫാമിൻ്റെ പേരെന്താണ്? KRL അക്വ അല്ലേ? അപ്പോൾ ശരിക്കുള്ള പ്രത്യേകത കോഴിക്കാർപ്പിൻ്റെ സൈസൊക്കെ ഇങ്ങനെ വരില്ലേ? അതായത് നമ്മൾ പ്യൂർ ജപ്പാനുണ്ട്, തായ്ലൻഡ് ഉണ്ട്. അതായത് ജപ്പാന് പലതരം ഫാമുകളിലെ ഒരു 100, 150, 200 തരം ഫാമുകളുണ്ട് ജപ്പാനിൽ. അത്രയും നല്ല ഫാമുകളുണ്ട്. അപ്പം അതിലെ നല്ല ഏറ്റവും ബെസ്റ്റ് ഫാമിലെ വരെ കോഴിക്കാർപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഫാമിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വലിയ സൈസ് മേടിച്ച് കൊടുന്ന് ഇവിടെ ഇട്ടതല്ല. രണ്ട് വർഷം ചെറിയ സൈസിൽ കോഴിക്കാർപ്പ് കൊണ്ടിട്ടിട്ട് വലിയ സൈസിലേക്ക് എത്തിയതാണ്. അപ്പോൾ അതാണ് അത്ഭുതം. ഓക്കെ, അപ്പോൾ നമുക്കെന്നാ നോക്കല്ലോ. ഫ്രണ്ട്സ്, നമ്മൾ ആ കോഴിക്കാർപ്പിനെ പിടിച്ച് കാണിക്കണം. അപ്പോഴാണ് ആ ഒരു സൈസ് ഏകദേശം അറിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിതാ വലിയൊരു പോണ്ട്, ഏകദേശം 300 ലിറ്ററിൻ്റെ അടുത്ത് വലുപ്പമുള്ള വലിയ റൗണ്ട് ആകൃതിയിലുള്ള ടാങ്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ടാങ്കിലേക്കാണ് നമ്മൾ ആ വലിയ സൈസിലുള്ള കോഴിക്കാർപ്പിനെ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. പക്ഷേ ആ കോഴിക്കാർപ്പിനെ നമുക്ക് നെറ്റിൽ പിടിച്ചാലൊന്നും കിട്ടില്ല. അതിന് പ്രത്യേക രീതിയിൽ കവറിലാക്കി പിടിക്കുക വേണം. കാരണം അത്രയും വലിയ സൈസിലുള്ളത് നമ്മൾ നല്ലോണം കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ടാങ്കിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ ഡെത്ത് സംഭവിക്കും. അപ്പോൾ ഒരുപാട് നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ് ആ വലിയ സൈസിലുള്ള കോഴിക്കാർപ്പിനെ ഈ ഒരു ടാങ്കിലേക്ക് ഇട്ട് നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ. അവർ ആ ടാങ്കിലിട്ടാൽ കറക്റ്റ് നമുക്ക് സൈസും കളറും കാര്യങ്ങളൊന്നും അറിയില്ല. ഈ ഒരു നീല ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് കളറും കാര്യങ്ങളൊക്കെ അറിയും. നമ്മൾ ജപ്പാനത്തെ ഓരോ സംഭവങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അവരെങ്ങനെയാണ് ആ കോഴിക്കാർപ്പിനെ എടുക്കുന്ന രീതിയെന്നൊക്കെ വലിയ കവറിലാക്കി പൊതിഞ്ഞ് അത് അധികം ഇളകാത്ത രീതിയിൽ നല്ല സേഫോട് കൂടിയാണ് ഇതിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ അതിന് ടാങ്ക് ഇവിടെ ഫുൾ നിറച്ച് വെച്ചിട്ടുണ്ട് വെള്ളം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ചെറിയ സൈസിലുള്ളത് നോക്കിയിട്ട് വലിയ സൈസിലുള്ള നമ്മളെ കോഴിക്കാർപ്പ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, വലുതൊക്കെ കെടുക്കണേ അമ്മ. ഇതാണ് ഇവിടെ 2 വർഷം മുന്നേ ഞാൻ ഈ ചോപ്പൊക്കെ ഈ ചോപ്പ് അസാഗി എന്ന് പറയും. ആ ചോപ്പ് വെള്ളിയല്ല കേട്ടോ. ചോപ്പ് വെള്ളി ഞാൻ 60 വാങ്ങി. അതിപ്പോൾ 75, 76 CM ഉണ്ട്. പിന്നെ ഇതൊക്കെ 10, 12 ഇഞ്ചിലോ വന്നതാ എല്ലും. ഇനി അങ്ങോട്ട് ആണ്ടുപോയാൽ കാണാം. അപ്പം എല്ലാം ഞാൻ അത്രയും റെയറായിട്ട് സെലക്ട് ചെയ്തെടുക്കുന്ന പീസാണ്. പിന്നെ കസ്റ്റമർക്കും നല്ല രീതിയിൽ അങ്ങനെ ഇറക്കി കൊടുക്കലും. അപ്പം ഒക്കെ ഇത് ഇട്ട് വളർത്തിയതാ ഞാൻ. അങ്ങനെ ഇത് ഏകദേശം 6000 ലിറ്റർ വെള്ളം ടാങ്കില്. ഫിൽട്രേഷൻ സെറ്റപ്പ് ഒക്കെ ശരിയാക്കി. തായ്ലൻഡ് ഫിൽറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഒരു വെള്ളം അടിഭാഗം ഒരു ഇതുമില്ല, വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അതല്ലേ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് 1 മാസം വരെ കിട്ടും. കളർ വെള്ളം ഇവിടെ യൂസ് ചെയ്യുന്നത്? കളർഫുള്ളാ. ഓരോരോ ഫാമത്തെ സാധനം അത്. ജപ്പാനിൽ ഓരോരോ. ഇത് മറ്റു ഇത് അവിടുന്ന് ജപ്പാനിൽ നിന്ന് വരുന്നതാ. മറ്റൂഷെ കോഴി ഫാമാണ് ഇത്. ഈ റയർ കണ്ടില്ല നിങ്ങൾ? വെറൈറ്റി വട്ടം ടാൻജോ എന്ന് അതിന് പറയാം. ടാൻജോ കൊഹാക്കു. ഇതിങ്ങനെ ടാൻജോ അയ്യാണ്ട് ഫുള്ള് വൈറ്റ് വെന്ന് കണ്ട ഉണ്ടാവും. ഇങ്ങനെ റയറാ വരിക. തലമ്മൽ ചോപ്പ് മാത്രം. അത് ഞങ്ങൾക്ക് വേറെ തന്നെ വലിയ മീനിൽ വലിയ മീനിൽ നിങ്ങൾക്ക് കാണാം. അതേമാതിരി ഇതൊക്കെ
എനിക്ക് വന്നപ്പോൾ തന്നെ ഇതിൽ കളറൊന്നും ഇല്ല ഇനി ഒരു ചുവപ്പും കറുപ്പും മാത്രമേ ഇനി പിന്നെ ഈ കളറൊക്കെ പൊന്തി വന്നതാ ഇനി അതേമാതിരി ഈ ഹെഡില്ലേ ഈ ഹെഡിൽ അതാ ഒരു ബ്ലാക്ക് അതൊക്കെ ഇനി നല്ലോണം പൊന്തി വരും അപ്പോൾ ഭയങ്കര വെറൈറ്റി ആവും ഇതൊക്കെ ഇത് ഒഗാട്ട കോയിഫാമാ ഒഗാട്ടാണ് കോയിഫാമിന്റെ പേര് വെറൈറ്റി ഇതാ സാങ്കേ ഷോവ സാങ്കേറിന്റെ ഒരു വെറൈറ്റിന്റെ പേരാണ് പിന്നെ ഒരു കറുപ്പും വെള്ളന്റെയും പേരാ അതിലിപ്പോ ഈ തലമ്മലും കൂടിയും കറുപ്പ് വന്നുകൊണ്ട് ഷോവ അങ്ങനെ വരും ഇതൊക്കെ കൊടുക്കാനുള്ളതാ ഒക്കെ ഇത് കഴിഞ്ഞാണ്ട് സർട്ടിഫിക്കറ്റ് ഉള്ള പീസാണ് ഒക്കെ കേട്ടോ ഓ എല്ലാത്തിനും ഉണ്ട് അപ്പൊ അത്രയും ഇതാണ് ഇനി ഞാൻ വേറൊരു കാര്യം കാട്ടി ഞങ്ങൾക്ക് നല്ല ജപ്പാന്റെ ഫാമാണ് എന്നുള്ളത് ജപ്പാന്റെ മീനുകൾക്ക് ക്വാളിറ്റി ഇതാ ഒരു അമ്പ് കണ്ടില്ല നിങ്ങൾ ഇവിടെ ഇങ്ങനെ അത് അതിന്റെ ഒരു പ്രത്യേകത ഉണ്ടാവില്ല ഇന്ത്യൻ ബ്രീഡിന് ഉണ്ടാവാൻ സാധ്യത ഇല്ല തായ്ലൻഡിനും റയറായിട്ടൊക്കെ വരും റയറായിട്ട് നല്ല ഇതിനൊക്കെ വരുള്ളൂ നല്ല വലുതായിട്ടേ കാണുള്ളൂ അതേമാതിരി ഇത് ഏകദേശം സർട്ടിഫിക്കറ്റ് കൂടി 5K മുതലുണ്ട് ബേബീസ് അത് ഏകദേശം 8 ഇഞ്ച് 9 ഇഞ്ച് ഇത് സുഷിയാണ് സുഷി അതായത് സ്കെയിലെസ് തന്നെ തൊലില്ലാതെ ഇങ്ങനെ വരുന്നതിന് അതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് ദോയിസ്തു ദോയിസ്തു എന്നാണ് ജപ്പാനില് പറയാ എന്നിട്ട് അതിന് ഓരോരോ വെറൈറ്റിക്ക് ഓരോരോ പേരും ഉണ്ടാവും ഇത് സുഷിയാണ് ദോയിസ്തു അല്ല ആ വെറൈറ്റിന്റെ പേരാണ് സുഷി അപ്പൊ ഇത് ചഗോയി ഗോൾഡ് കളറുള്ള ജിൻഡ്രിൻ ചഗോയി ജിൻഡ്രിൻ പറഞ്ഞാൽ ആ സ്കിന്നിടില്ല നിങ്ങൾ ഇങ്ങനെ തിളങ്ങി ഇതാ ഇത് ടാൻജോ സാങ്കെ കേട്ടോ ഇത് വെറും ടാൻജോ അല്ല മറ്റേ ടാൻജോ കൊഹാക്കു പറഞ്ഞാൽ ഇത് സാങ്കെ ഇതിന്റെ ഉള്ളിൽ കണ്ടില്ല ഞങ്ങള് ബ്ലാക്ക് ആ ബ്ലാക്ക് ഒക്കെ പൊന്തി വരാനുള്ള ഇത് ആള് പുറത്തേക്ക് വരും സൈസ് ആകുന്നതിനനുസരിച്ച് സാധനം പൊന്തി വരും ഇത് ഷോവ ഇത് ഷോവ ഇത് ഹെഡൊക്കെ കയറി നല്ല അടിപൊളി സൈസാവും ഒക്കെ ജപ്പാനത്തതാകുന്നതുകൊണ്ട് നമുക്കൊരു 85ന്റെ മുകളിൽ എന്തായാലും അപ്രൂവൽ ചെയ്യാം ഈ സക്കായി അതേമാതിരി ഇസ ഡാനിച്ചി ഷിനഡ അങ്ങനത്തെ ഭയങ്കര റയറായിട്ടുള്ള വലിയത് നമുക്ക് 100 തന്നെ പറയാം സക്കായും ഇസിയും ഡാനിച്ചും ഒക്കെ നമുക്ക് 1 മീറ്ററിന്റെ പുറത്ത് വരും 105 ഇന്ത്യയിലുള്ള 2 ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ അമ്പൊക്കെ ഉണ്ടാവും ഫ്രണ്ട്സ് ദാ ജാപ്പനീസിന്റെ ഒറിജിനൽ കോയിക്കാർപ്പാണ് നമ്മളിപ്പോൾ ഈ ടാങ്കിൽ കണ്ട എത്ര വെറൈറ്റി ഇപ്പം നോക്കിയില്ലേ അഞ്ചാറ് വെറൈറ്റി നമ്മൾ നോക്കി ഇനി 4-5 വെറൈറ്റി കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റി സർട്ടിഫിക്കറ്റോട് കൂടി ആണ് ഇവിടുന്ന് കൊടുക്കുന്നത് ഇതിപ്പോൾ എത്ര ഇഞ്ച് വെള്ളം മുതൽക്കുണ്ട് ഇപ്പോൾ 7 ഇഞ്ച് മുതലുള്ളുണ്ട് ഈ ഒരു സൈസ് നമ്മൾ നന്നായി കെയർ ചെയ്ത് വലിയൊരു ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇനി വലിയ സൈസുള്ള ആ ഒരു കോയിക്കാർപ്പ് വരെ എത്തും എത്ര വരെ ഇവിടെ എത്ര വരെ ഇതിപ്പോ 85 എന്തായാലും നമുക്ക് സക്സസ് പറയാം പിന്നെ നല്ല ഫാമത്തെ സാധനമാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മീറ്റർ ആവും സാധനം 1 മീറ്ററിന്റെ പുറത്ത് വരെയുള്ള ഫാം ഉണ്ട് നല്ല ഫാമുകൾ അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്താൽ 85 സെന്റിമീറ്റർ വരെ ഫുഡ് ഉണ്ട് കേട്ടോ നമ്മളെ പ്രോട്ടീനുള്ള നമ്മളെ ഒപ്റ്റിമ മാതിരി ഇക്കാരി മാതിരിയുള്ള ഫുഡ് തന്നെ കൊടുക്കണം അല്ലാതെ നമ്മൾ ഇത് ലോക്കൽ ഫുഡ് കൊടുക്കരുത് ലോക്കൽ ഫുഡ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഫിൽട്ടർ സിസ്റ്റം പക്കാണെന്നുണ്ടെങ്കിൽ മീൻ പറന്ന് വലുതാവും അങ്ങനെ തന്നെ നമുക്ക് പറയാം ഇത് അക്കാമത്സുബ ഇതാണ് ഷിനോഡാർണ ഫാം ഷിനോഡാർണ ഓലെ മെയിൻ ഐറ്റാണ് ഈ അയ്യുത്സൂരി ഈ കളർ വരുന്ന മീന് ഇതാ ഈ കളർ കണ്ടോ ഈ രണ്ട് ഇതാണ് ഓലെ മെയിൻ കളർ അയ്യുത്സൂരി എന്ന് അതിന് പറയാം ഓലെ മെയിൻ ഇതാ ഓരോരോ ഫാമാർക്കും മെയിൻ ഉണ്ട് ഓലെ എല്ലാതും ഉണ്ട് പക്ഷെ ഓലെ മെയിന് ഓലെ അറിയപ്പെടുന്ന ഈ അയ്യുത്സൂരി എന്നുള്ള വെറൈറ്റിന്റെ പേരിലാണ് അല്ല ഇതാ കണ്ടുപിടിച്ച ബ്രീഡറെ പേര് ഇക്കാരം ഇത് ആ ബ്രീഡ് അതായത് ഓര് കണ്ടുപിടിച്ചതാരാ ഓരായിട്ട് ബന്ധപ്പെട്ട ഒന്നുക്ക് ഓരോ മക്കളോ അങ്ങനെയൊക്കെ ഇക്കാരം ഒരു ഫാമിന് പേരിടുക അതായത് ഓലിലൂടെ അറിയപ്പെടണല്ലോ ഇനി ഇതൊക്കെ നോക്കിട്ടോ സാധനം അടോക്ക് ഇത് അമ്പ് കണ്ടില്ല നിങ്ങൾ സാധനം ഉണ്ടോ അപ്പൊ ഇനി ജിൻഡ്രിൻ ചഗോയി അല്ല ബെനിക്കോയി
ആ അതായത് റെഡ് കളർ കണ്ടോ. ഇതൊക്കെ നോക്കിയാൽ നല്ല നല്ല ഒഗാട്ടാറിന ഫാമാ. ഒഗാട്ട കണ്ടോ ഒക്കെ ഷേപ്പ് നോക്കി ഇതൊക്കെ ഉണ്ടോ ഷേപ്പ് ഉണ്ട് ഞങ്ങൾ. ഇനി ഇത് മറ്റേ ഇത് സാങ്കേശോവ 3 കളറുള്ളതുകൊണ്ടാ. സാധാരണ റെഡും ബ്ലാക്കും അത് വലുതിലുണ്ട്, വലുതിൽ നമുക്ക് മനസ്സിലാവും. റെഡും ബ്ലാക്കും വരികയാണെങ്കിൽ അതിന് സാങ്ക എന്നാ പറയാ. ആ അപ്പം ഈ 3 കളറും വരുന്നത് ഷോവ. ആ അപ്പം അതിൽ ഉണ്ടോ ഒക്കെ അടിപൊളി മീനാ. ഇനി ഇത് ടാൻജോ, ഇതാണ് യഥാർത്ഥ ടാൻജോ. നമ്മൾ നേരത്തെ കൊഹാക്കു നോക്കിയില്ലേ, ആ അതിന് ഫുൾ ഇവിടെ ചോപ്പും കൂടി ഉള്ളതുകൊണ്ടാണ് കൊഹാക്കു പറഞ്ഞത്. ആ ഇത് ഇത് ടാൻജോ. ഇതിൽ ജിൻഡ്രിനും കൂടിയാണ് കണ്ടോ. ആ തിളങ്ങണ കണ്ടോ. തല ഹെഡ് ഒന്ന് വലുതാക്കി എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കളർ കണ്ടോ. ആ ആ ഇത് സുഷി പറഞ്ഞ വെറൈറ്റിയാ. ആ അതിൽ ഞങ്ങൾ സാധനം അടിപൊളിയാ. ആ സ്കെയിൽലെസ് ആണ്. ദൊയ്സ്തു പറഞ്ഞാൽ ഈ തൊലില്ലാത്ത ഐറ്റംസിൽ വരുന്ന ആ പേരാട്ടോ. അതുകൊണ്ടാണ് ആ ചെതമ്പലുണ്ടാവില്ല. ആ ആ ആ വെറൈറ്റിയാണ്. ഇനിയിപ്പം ഷിനഡൻ്റെ ഈ സാധനം കണ്ടില്ല ഞങ്ങൾ, ഷിനഡ യുട്സൂരിൻ്റെ ആന്നെ. അപ്പോൾ കോഴിക്കാർപ്പിൻ്റെ ഓരോ പേരുകൾ നമ്മൾ സമീർ പറഞ്ഞു കേട്ടില്ലേ, അതപ്പോൾ ആ ഫാമത്തെ ബ്രീഡറുടെ പേരാണ് കോഴിക്കാർപ്പിനുള്ളത്. ഓരോ അവിടുത്തെ ഫാം എന്ന് പറഞ്ഞാൽ ആ ഫാമിൽ ചിലപ്പോൾ ആ ഒരു ഐറ്റം കളർ മാത്രമേ ചെയ്യുള്ളൂ അല്ലേ. അങ്ങനെ അവർ ആ ഐറ്റത്തിലാണ് ഒരു മെയിൻ. അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ടാവും, പക്ഷെ ആ പേരിലെ പോലെ അറിയപ്പെടുക. ഇപ്പൊ ഈ ഷിനഡ പറഞ്ഞ ഫാമിനെ പറഞ്ഞാൽ തന്നെ ആദ്യം വരിക ഈ അയ്യൂര്യ, ഈ ഒരു കളർ, ഈ ഒരു പാറ്റേൺ ഓല സക്സസ് ആക്കി. അതേമാതിരി സക്കായി ഫിഷ് ഫാമിൽ ആ 2 വലിയ മീനില്ലേ, അത് ഏകദേശം ഓല ഫാം പറഞ്ഞാൽ ഭയങ്കര പേരുള്ള ഫാമാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് കൊണ്ട് കൊടുക്കാണ്ട് പിന്നെ കുറെ കൊണ്ട് സെയിലായി പോയി. ഓ ഒക്കെ കുറെ സെയിലായി. ഇനിയിപ്പോൾ അടുത്ത ബാച്ച് ഇവിടെ അടുത്ത് വരും. നോൽബൊക്കെ ആയതുകൊണ്ട് നോൽബ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വരും. കിട്ടും. ആ അപ്പം നമുക്ക് ഈ സൈസിൽ വേണ്ടിയവർക്ക് ഈ സൈസ് കൊടുക്കുക സർട്ടിഫിക്കറ്റോട് കൂടി. അല്ലാതെ വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇറക്കി കൊടുക്കാം. ഹൈ ക്വാളിറ്റി നമ്മൾ വീഡിയോ ബാക്കിൽ സെപ്പറേറ്റ് ഇതിൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. ആ കൊറിയർ എവിടേക്കും ഇന്ത്യ മൊത്തം വിട്ടുകൊടുക്കാം നമുക്ക്. പ്ലെയിനിൽ വരെ ഞാൻ സാധനം വിട്ടുകൊടുക്കല. കോഴി ആവുമ്പോൾ ഇപ്പം ഇവിടെ നിന്നൊന്നും കേരളത്തിൽ നിന്ന് മാത്രമാവില്ല, പുറത്തേക്കൊക്കെ പോകേണ്ടി വരും. ഇഷ്ടം പോലെ ഭയങ്കര ആൾക്കാർ നോക്കി വാങ്ങണ സാധനമല്ലേ, അത്രയും വില അല്ലേ ഒരു. ആ നമ്മളെ കോഴിക്കാർപ്പിൻ്റെ ഈ നമ്മുടെ സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള കോഴിക്കാർപ്പ് ഈ സൈസിലുള്ളത് ഇപ്പോൾ ഇവിടെ നിന്നുണ്ട്, കൊറിയറായിട്ട് കിട്ടും. ഇനി നമ്മൾ വലുതാ നോക്കാൻ പോകുന്നു അല്ലേ. ഓ ഇനി വലുത് വലിയൊരു സംഭവമാണ്. അതെങ്ങനെ പിടിക്കുന്നതൊക്കെ നോക്കി നോക്കാം. എങ്ങനെ ടാങ്കിലിട്ട് വലിയ സൈസ് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ വലിയ ഐറ്റം കോഴിക്കാർപ്പിനെ നോക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ സൈസുള്ളതല്ല, അതിൻ്റെ ഏകദേശം ഒരു വലുപ്പമുള്ള, അത്യാവശ്യം വലുപ്പമുള്ള ആ ഒരു സൈസിനുള്ള കോഴിക്കാർപ്പിനാണ്. അപ്പോൾ എങ്ങനെയാണ് കോഴിക്കാർപ്പിനെ നമ്മൾ നെറ്റിലൊന്നും നല്ല നെറ്റിൽ പിടിക്കാൻ സാധിക്കില്ല. അതെങ്ങനെയാണ് പിടിച്ച് നമ്മൾ ആ ബ്ലൂ ടാങ്കിലേക്ക് ഇടാൻ പോകുന്നത് നോക്കി നോക്കാം. ഓക്കെ, ആ അങ്ങനെ കവറിലേക്ക് ആക്കണം അല്ലേ. ഓ ഇത്രയും സേഫായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഡ്രസ് അടിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. ഡ്രസ് അടിച്ച് ചാട്ടോ ഇതൊക്കെ വന്നാൽ മീനിന്റെ സേഫിനെ ഭയങ്കര ബാധിക്കും. ആ സേഫായി എത്തിയില്ലേ, കുഴപ്പമില്ലാതെ എത്തി. ഇതിപ്പോ സാങ്കേ പറഞ്ഞ പാറ്റേൺ ആട്ടോ. ആ അതായത് കളർ വെക്കിട്ടോ ആണോ. മീൻ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വേഗം അറിയാൻ കഴിയും. ഈ ഹെഡൊക്കെ നോക്കിട്ടോ, ഷേപ്പ് ഉണ്ടോ. പിടിച്ചത് എത്ര ആയിട്ടുണ്ട്? ഇതിപ്പം ഏകദേശം ഒരു 44 ഒക്കെ ഉണ്ടാവും. അടിക്കണക്കല്ല. അടിക്കണക്ക് ഏകദേശം വലിയ ഫാമത്തത് നമുക്ക് അത് കണ്ടാൽ തന്നെ അപ്പം തന്നെ നമുക്ക് പറയാൻ കഴിയും. എനിക്ക് ഞാൻ ഇത് ഏകദേശം അടി പറയുകയാണെങ്കിൽ 2 അടിൻ്റെ മേലെ ആ ഇപ്പം തന്നെ ഉണ്ടോ. ഇതാണ് ഇതിൻ്റെ പേര് മഞ്ഞൻ്റെ സാധാരണ പേര് കരാശി എന്നാ, പക്ഷെ ഇത് മഞ്ഞേലി ജിൻഡ്രിനാ. ആ ഇതിന് പേര് അവിടെ ജപ്പാനിലെ ഒരു പേരിട്ട യെല്ലോ മങ്കി എന്നാ.
യെല്ലോ മങ്കി ജിൻഡ്രിന് ഡാനിച്ചി കോഴി ഫാം ആട്ടോ. ആണ്ടോക്കി അതിന്റെ ചെതമ്പലുണ്ടല്ലോ നിങ്ങള് ഒരു തിലക്കായ. ഇതിപ്പോ ഏകദേശം ഒരു 35 ഉണ്ടാവും. ഉണ്ടോ അതിന്റെ തിളക്കം നോക്കിയില്ല നിങ്ങൾ കണ്ടേ ഒരു. ഒക്കെ സെയിലിനുള്ളതാ. ഒക്കെ സർട്ടിഫിക്കറ്റോട് കൂടി ഒക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതായത് കസ്റ്റമർക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല നമ്മളെ മീൻ. അതാണ് നമ്മളെ ക്വാളിറ്റി. ജപ്പാനിലാണ് എന്നുള്ള അത്രയും പ്യുവർ ബ്രീഡ് സാധനം ഇക്കാരം. വളരെ ബേബീസ് ആയിരുന്നു കൊണ്ടുപോയിട്ടോ. ആർക്കും ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വീഡിയോ തെളിവ് സഹിതം കൊടുക്കാം. എന്റെ കയ്യിലുള്ള ഒക്കെ വന്നാണ്ട് ഇവിടുന്ന് ഗ്രോത്ത് ആയത് മുതൽ കൊടുക്കട്ടോ. നല്ല അടിപൊളി ഫാം. ഇതൊക്കെ കൊകാട്ടാറിന്റെ ഫാമാ. എന്നത് എടുക്കട്ടെ. എത്ര കൂളായിട്ട് ഉള്ളിലേക്ക് കയറുന്നല്ലേ. ഇത്രയും ഫ്രണ്ട്ലി ആണ്. ആ കുഴപ്പമില്ല. അതായത് പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒക്കെ ഇവിടുന്ന് വലുതായ ബേബീസ് ആണ്. അതാണ് അതിന്റെ പ്രത്യേകത. അല്ലല്ലല്ലല്ലല്ല ആ ഒക്കെ ഫുഡ് കൊടുത്ത് ഒപ്റ്റിമിയും നല്ല ഫിൽട്ടർ ടാൻജോ ഇതിന്റെ ഇതൊക്കെ അതിൽ റയർ വരുന്നതാ. പുള്ളി ബടൊക്കെ ഉണ്ടോ. ഇത് ഏകദേശം ഇത് രണ്ടും ഏകദേശം 52. ഇത് 55 ഉണ്ടാവും. ഇതൊരു 52 53 ഉണ്ടാവും. ഇതുണ്ടല്ലോ ഈ ഹെഡ് കണ്ടില്ല നിങ്ങള് ഉണ്ടോ ഷേപ്പ്. ഇത് കാണോ ഈ ഹെഡൊക്കെ പ്യുവർ സാധന. അത് നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ മീനിനെ പറ്റി അറിയണോല് 100% ഓൽക്ക് മനസ്സിലാവും. അല്ല മെയിലും ഫീമെയിലും ഉണ്ട്. ഇത് ടാൻജോ, ഇത് ഗോരമോ. അല്ല ഫാമത്തെ അല്ല ഗോരമോ പറഞ്ഞ ഒഗാട്ടാറിന ഫാമത്തതാണ്. ഇത് ഇത് ഇനി പാറ്റേൺ വരൂല. അത് ഷോവ പറഞ്ഞാൽ ആ 3 കളറൊക്കെ ആണെങ്കിൽ ചിലപ്പം 55 മുതലൊക്കെ മാറി തുടങ്ങും. പല ഐറ്റംസും വരും നല്ല അടിപൊളിയായിട്ട്. വലിയ ലാർജ് കവറിൽ സേഫായിട്ട് കൊടുക്കും. കേരളത്തിലൊക്കെ നമുക്ക് എങ്ങനെയും കൊടുക്കാം. മറ്റോടത്തൊക്കെ ഇതിന് ഏകദേശം ഒരു 8-9 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. മക്കളെ നോക്കണ മാതിരി നോക്കണാണ്. ഇതൊക്കെ ഏകദേശം വന്ന പ്രായം വലിപ്പം വരെ ഇന്ത്യയിൽ ഉണ്ട് കേട്ടോ. വന്നത് ഏകദേശം ഒരു 8-9 CM അത് വന്ന്. അതായത് ഇതിന് ഏകദേശം 1 വർഷത്തിന്റെ അടുത്തൊക്കെ ആവണുള്ളൂ. നല്ല ജമ്പാണിത്. ഇത് നല്ല വലുതാവും. ഇതിന്റെ ഈ പ്രായം 1 മീറ്ററൊക്കെ എത്തും സാധനം. ഇതിന്റെ ഗ്രോത്ത് അങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്. ഉണ്ടോ അത്രയും നല്ല. ഇത് കൊഹാക്കു. നല്ല അടിപൊളി ബ്രീഡാണ്. ഉണ്ടോ നല്ല അടിപൊളി പ്യുവർ ജപ്പാനല്ലേ. ആൾക്കാർ ലോക്കൽ ബ്രീഡല്ല. നമ്മളെ മീൻ തന്നെ അത്രക്കും വലുതാവും. അത്രയും പ്രൂഫോട് കൂടി നമ്മൾ കൊടുക്കണത്. ഒന്നുമില്ല. ഫിൽട്ടർ ഒരു കുരു അങ്ങനെ ഒന്നുമില്ല. ഫിൽട്രേഷനും UV ലൈറ്റ് ഭയങ്കര മസ്റ്റാട്ടതിന്. UV ലൈറ്റ് നമ്മൾ ഉള്ളിലൊക്കെയാണ് പോണ്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ UV വാങ്ങാതൊക്കെ അരുത്. കാരണം ഇതിൽ വരുന്ന കുറേ ആവശ്യമില്ലാത്ത ബാക്ടീരിയാസ് കയറി വരുന്നൊക്കെ UV കൊല്ലും. ഒന്നും ഉണ്ടാവില്ല. തന്നെ
ഇതിപ്പോൾ സർട്ടിഫിക്കറ്റോട് കൂടി ഈ സൈസിൽ നമുക്കൊന്ന് കൊണ്ടുപോകാം കൊടുക്കുക. ഇതൊക്കെ ചെറിയ സൈസിൽ വന്നതാ. ഇതൊക്കെ വന്ന സൈസ് ഇന്ത്യയിൽ ഉണ്ട്. 13 സൈസിൽ വന്നതാ. ഇപ്പം ഏകദേശം 60 CM ആയി. ഓ അത്ഭുതം. എന്തായാലും നല്ല ഫാം. ഇതൊക്കെ 1 മീറ്റർ എന്തായാലും വരും വെക്കുകയാണെന്നുണ്ടെങ്കിൽ. പൂർണ്ണ വളർച്ച 6 കൊല്ലാട്ടോ. ഒരു കോഴിക്കാർപ്പ് ഒരു ജപ്പാനിൽ ഈ കരാശി പറഞ്ഞ കോഴിക്കാർപ്പുണ്ട് മഞ്ഞ. അതിൻ്റെ പൂർണ്ണ വളർച്ച 6 കൊല്ല. അത് 110-115 CM വരെ വന്നിന്. ആ കഴിഞ്ഞ്. അതൊക്കെ 6 കൊല്ലം കൊണ്ടാട്ടോ. ആ അതാണ് ഏറ്റവും വലിയ ഇത്. കരാശി പറഞ്ഞ വെറൈറ്റിയാണ് ഏറ്റവും വലുത്. ഇത് ജിൻഡ്രിൻ ടാൻജോ. അതായത് ഈ തലമ്മേൽ ഈ റൗണ്ട് വരുന്നതിനാണ് ടാൻജോ വരിക. ഗ്ലേസിങ്. അതിന് ജിൻഡ്രിന് ഉണ്ടോ അടിപൊളി. ഇതിന് ജിൻഡ്രിങ് ഇല്ല. ഇത് സാങ്കെ. ഈ കറുപ്പ് വരുമ്പോ സാങ്കെ ആവും. ഈ ഇതിന്മേല് ടാൻജോമേല് കറുപ്പ് വരുമ്പോ സാങ്കെ ആയി മാറും. ഈ ചോപ്പ് കുത്ത് ഇവിടെ ഇവിടെ വന്നാൽ കൊഹാക്കുപോയി. ടാൻജോ കൊഹാക്കുപോയി. കണ്ടില്ല നിങ്ങൾ അമ്പൊക്കെ വെച്ചാണ്. അതാണ് വലുതായി കഴിഞ്ഞാൽ അട്ടപ്പാട്ടെല്ലാം മാറുക വരി. അമ്പൊക്കെ പ്യുവർ അമ്പാവും. ഉണ്ടോ മീന് ആളടിമുടി ലെവലാവും. ചെറുപ്പത്തിൽ ജപ്പാൻ മാറും. നല്ല മാറ്റം മാറും. ഷെയ്പ്പും ഹമ്പ് ഇവിടൊക്കെ ഇതാ ഈ ഹമ്പ് അതേമാതിരി. പിന്നെ ഈ 60 CM കഴിഞ്ഞാൽ 1 CM കൂടിയാലും ആ വലിപ്പം മാത്രം അല്ല കൂടുക. അതിനനുസരിച്ച് മീൻ നല്ല ബിഗാവും. മൊത്തത്തിൽ ബോഡി ടോട്ടൽ ആയിട്ട് മാറും. തടി വെച്ച് നല്ല അടിപൊളിയായിട്ട് മാറും. ഇത് ഏകദേശം 60 ഉണ്ടാവും. ഇത് ഏകദേശം ഒരു 52-51 ഒക്കെ ഉണ്ടാവും. അസാഗി പറഞ്ഞ വെറൈറ്റിയാ. ഒക്കാവ കോഴി ഫാം അറിയും. ആ ഫാമത്തെ കണ്ടില്ല നിങ്ങൾ. സാധാ ഈ കളറും അല്ല. ഒരു വേറൊരു ഞാൻ ബേബീസിന്റെ ഫോട്ടോ കാട്ടിയുണ്ട്. ഞാൻ വളർത്തിയ ആ ഒരു കളറിലാണ് വരിക. ഇത് മൊത്തം വലുതാവുമ്പോഴാണ് ഇത് മൊത്തം ഇവിടെ ഈ ചോപ്പും ഈ തലമ്മലും. ഇത് സ്നോ അസാഗി പറഞ്ഞുള്ള കളറാ. ഒരു മഞ്ഞിന്റെ കളർ ഉണ്ടല്ലോ നിങ്ങൾ. അതാണിത്. ഇത് ടാൻജോ. സാങ്കെ ടാൻജോ. സാങ്കേയി. ഇത് ഞാൻ വാങ്ങുമ്പോ ഫോട്ടോ ഞങ്ങൾക്ക് ഇപ്പൊ ഇത് 60 CM 55. അവൻ ചാടും കുറച്ച് ചാട്ടാ. അതാ ഞാൻ ഇവൻ ആദ്യമേ എനിക്ക് ഇടക്ക് ഇവൻ പണി തരലുണ്ട് ചാടാനുള്ള. ഇതിപ്പം ഇതൊക്കെ ഞാൻ ഏകദേശം 15 CM സാധനം ഈ സൈസിക്ക് എത്തി. നമ്മൾ ഇത് ഏകദേശം ഇതൊരു 61. അതുണ്ടാവും. ഓൻ ചാടും എനിക്ക് നല്ലോ അറിയാം. ശ്രദ്ധിക്കണം. ഓർക്ക് പോണ്ട് കംഫർട്ട് അല്ലാന്ന് അതായത് ഓല യഥാർത്ഥ സ്ഥലത്തല്ല. ഇവിടെ എനിക്ക് കംഫർട്ട് അല്ലാന്ന് കണ്ട ഓല് 100% ചാടും. ഇതിപ്പോ ഏകദേശം കിക്കൂരി എന്ന ഈ വെറൈറ്റിന്റെ പാല്. നമ്മള് പറഞ്ഞാല് മെറ്റൽ കളർ ഈ തൊലില്ലാത്ത ദൊയ്സ്തൂല് വരുന്ന കിക്കൂരിയൻ. തീരെ തൊലി ഉണ്ടാവൂല. ആണോ ഇതിപ്പോ ഏകദേശം 63 ഉണ്ടാവും. 64. സ്റ്റെയിൻലെസ് ഉണ്ട് ഞങ്ങള്. ഉണ്ടാവും. ഇത് കണ്ടില്ല നിങ്ങൾ. സ്കെയിലാണ് തൊലി. ഉണ്ടോ ഇങ്ങനെ റയർ ആയിട്ടുള്ള വെറൈറ്റിക്ക് അങ്ങനെ വരിക. സ്കെയില് അത്ര തന്നെ ഉള്ളൂ. ഉള്ളത് കണ്ടില്ല നിങ്ങൾ ഇവിടെ ഒക്കെ. പ്രത്യേക ഡിസൈൻ ആയിട്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഏകദേശം 60 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ളത് കണ്ടു. ഇനിയാണ് നമ്മളെ കോഴിക്കാർപ്പിലെ തരംഗാവാൻ പോകുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈസായ കേരളത്തിൽ ഇങ്ങനെ വരുന്നത്. അപൂർവമായിട്ട് എത്രയും വലിയ സൈസിൽ വരുന്നുള്ളൂ. അപ്പോൾ അതിനെയാണ് ഇപ്പോൾ സെമീർ പിടിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കെയറോട് കൂടി പിടിക്കണം. കാരണം അത്രയും ശ്രദ്ധിച്ച് വളർത്തി. ഇത്രയും 2 വർഷത്തോളം പ്രായമുള്ളതാണ്. ചെറിയ സൈസിൽ കൊണ്ട് വളർത്തിയതാണ്. അപ്പോൾ അതിനെ പിടിക്കണമെങ്കിൽ തന്നെ നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാം.
അതൊരു സംഭവം തന്നെ ആയിരിക്കും. അത്രയും വലിയ സൈസുള്ള കോഴിക്കാർപ്പ് ആ വലിപ്പത്തേക്ക് വളർച്ച എത്തിയത്. മറ്റുള്ള നമ്മൾ കോഴിക്കാർപ്പിനൊക്കെ മേടിക്കുമ്പോൾ 2 ഇഞ്ച് 3 ഇഞ്ച് 4 ഇഞ്ച് കോഴിക്കാർപ്പിന് മേടിക്കും. പക്ഷേ അതൊക്കെ കുറച്ച് കാലം നിൽക്കും, 6 മാസം 8 മാസം വരെയൊക്കെ അതിൻ്റെ ഇത് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ അത് എത്രയോ 2 വർഷം വരെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വലിയ സൈസ് നമ്മൾ ജാപ്പനീസ് കോഴിക്കാർപ്പ് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, വലിയ വലിയ സൈസിലുള്ളതൊക്കെ. ആ ഒരു സൈസിലുള്ളത് ഇവിടെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ പിടിക്കുന്നുണ്ട്. ആ പിടിച്ചത് കൊണ്ടുവരുന്നു. നമുക്ക് അതിനെ വലിയ ടാങ്കിലേക്ക് ഇട്ട് നോക്കാം. ഇതേ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കാണാൻ വലുതായ സാധനമാണ് ഇത്. 72 CM ഉണ്ട്. 72 CM. എന്ന വെറൈറ്റി. അതെ അതെ. നല്ല ചാട്ടം ചാടില്ലേ? കേട്ടോ അസാഗിയിലെ 2 അസാഗിയാണ്. ഇത് ഒരു വെറൈറ്റി അസാഗി. ഇതൊക്കെ ഒരു ഫാമാട്ടോ, ഒക്കാവ. ഒക്കാവ പറഞ്ഞ ഫാമിലെ. ഇതുണ്ടല്ലോ ഞങ്ങൾ ഫുള്ള് ചുവപ്പ് കയറിയ. ഇത് കയറിയതാട്ടോ ഇവിടുന്ന് വന്ന അന്ന് ഈ കളറായിരുന്നു. ഇവൻ്റെ ഈ കളറ് പിന്നെ ഈ കളറാ വരിക. പിന്നെ റെഡൊക്കെ എൻ്റെ അടുത്തുനിന്ന് കയറുന്നതാ. അവ എങ്ങോട്ടാ നിൽക്കണ്ട, ഇങ്ങോട്ട് നിൽക്കുക. ക്ലിയർ ഏതാ? ഇതാ ജപ്പാനാണ്ടോ ഞങ്ങൾ പറഞ്ഞ കൊടുക്കേണ്ട ആൾക്കാർക്ക് സാധനം ജപ്പാനാണ് എന്നുള്ളത്. മീൻ ഏതാണെന്ന് ആൾക്കാർ മീൻ ഇതുണ്ട് ഞങ്ങൾ. ഇത് 73 ഉണ്ടാവും. 3 മീറ്റർ. ഇത് രണ്ടും സെയിം സൈസാ. ഇതിന് ഏകദേശം ഒരു 2.5 വർഷം അപ്പൊ കുറച്ചുകൂടി 2 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 മീറ്റർ കഴിയും. 1 മീറ്റർ എന്തായാലും എത്തും. അപ്പൊ നല്ല ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല പ്രോട്ടീൻ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആള് വേറെ ലെവല് കിടക്കും. അന്ന് ആ ചെറിയ ബേബീസ് ആളാകെ മാറും. ആള് ആള് നടന്മാരമായിരിക്കും കേട്ടോ. വന്നത് ആർക്കും അറിയില്ല, പോകുമ്പോ എല്ലാരും അറിയുന്നു പറഞ്ഞ മാതിരി അത്രക്കും ടോപ്പ് ആയിക്കാരം. ഉണ്ടോ? ഇത് ജംബോ സൈസ് ആണോ എടുക്കുന്നത്? ജംബോ. ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അല്ലേ? കൊഹാക്കുലെ ഏറ്റവും വലുത്. എന്താ അമ്പ്! മതിയോ? ജംബോ രണ്ടും സക്കായി എന്ന ഫാമാണ്. സക്കായി വലിയ സൈസിലേക്ക് എത്തിയില്ലേ? 76 77 വരുന്നതാണ് രണ്ടാളും. ഇത് കണ്ടോ അമ്പ് കണ്ടില്ല നിങ്ങള്? എല്ലാത്തിനും വരില്ല. ജംബോക്ക് നല്ല അമ്പ് വരും. ഇതിനുണ്ടല്ലോ നിങ്ങള് മീന് ചെറിയ അമ്പൊക്കെ ഉണ്ടാകുക ഇതിന്. ഇത് പക്കാ ജംബോ ആണ്. ഇവനും ഇതൊക്കെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം എത്ര ഫുഡ് വേണ്ട ഇവർക്ക്? ഫുഡ് അത്യാവശ്യം അങ്ങനെ വേണ്ട. ഇത് വലുതാവും തോറും ഒന്നും കൂടി ഫുഡ് എടുക്കൽ കമ്മിയാവുക ചെയ്യുക. ചെറുപ്പത്തിൽ ഗ്രോത്തിൻ്റെ ടൈമിൽ ഇവർ നല്ലോണം ഫുഡ് എടുക്കും. വലുതായി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കൊടുത്താൽ മതി. ഇവർ ഗ്രോത്ത് എടുക്കുന്ന ടൈമിലാണ്.
ഇതൊക്കെ ഇപ്പൊ ഫുഡ് എടുക്കുന്ന ടൈം ആട്ടോ. 75 എന്ന് പറഞ്ഞാൽ 100 എത്തുന്ന സാധനം 75 ആകുമ്പോ നല്ല ഫുഡ് എടുക്കുന്ന ടൈമാ. ഇത് ചഗോയ്. ആ ചഗോയ് ആണ്. അമ്പ് ഉണ്ടില്ലേ? അമ്പ് നോക്കി കണ്ടോ? സാധനം കണ്ടില്ല നിങ്ങള്? ഉണ്ടോ? ഇതിന്റെ അമ്പുള്ള കുറച്ച് ജിൻഡ്രീനും ചേർന്ന് കിട്ടോ. സ്കെയില് നോക്കിട്ടോ കണ്ടോ? അത് കാണുന്നുണ്ടോ? കണ്ടോ? ഈ ജിൻഡ്രീനും ചേർന്നതാ കണ്ടോ? ഇനി ഒന്നുകൂടി പൊടിച്ചത്. ജിൻഡ്രീൻ ടച്ചാണ്. അല്ല ഇത് 60 CM. പിന്നെന്ന് പറഞ്ഞാൽ ഈ ജംബോ സൈസ് അതിന് ചെറുപ്പത്തിൽ ഓല് തരൂല. ജംബോ ഓല് 35 CM മുതലേ തരുള്ളൂ. അത് പരക്ക തിന്നു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കൂല. അത്രയും വിലയുള്ള സാധനല്ലേ. ഇത് 60 സെന്റ്. ഇതൊക്കെ 76 ആയി ഇപ്പം. ഇത് ഏകദേശം 60. പിന്നെ ഞാൻ ഇത് നമുക്ക് ഇന്ത്യയിൽ വാങ്ങാൻ കഴിയൂല. ഇവിടുത്തെ അത്യാവശ്യക്കാർക്കൊന്നും വാങ്ങാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യും. അങ്ങനെ ഇറക്കണോണ്ടാണ് എനിക്കും ഇത് എൻ്റെ കയ്യിലും ഇത് എത്തിയത്. അപ്പം നമ്മൾ ഡയറക്റ്റ് എടുത്ത് കൊടുക്കണോണ്ട് ഇത് നമ്മളെ കയ്യിൽ വന്ന്. ഫ്രണ്ട്സ് കണ്ടില്ലേ? ഇവിടെ കണ്ട ഇവിടുന്ന് ചെറിയ സൈസ് ആയിട്ടുള്ള ചെറിയ സൈസ് എത്ര വലിപ്പുണ്ടാവും? ഇപ്പൊ ഏകദേശം കൊണ്ടുവന്നപ്പോ 14-13 സൈസ് 13 സെന്റിമീറ്റർ വലിപ്പമുള്ളത് ഇപ്പൊ ഏകദേശം 73 സൈസിൽ ഇവിടെ ആയി. അപ്പോൾ അതിന്റെ കെയറിങ് കൊണ്ടാണ് ഇത്രയും വലുപ്പത്തേക്ക് എത്തിയത്. നമ്മൾ എവിടെയും ഇങ്ങനെ ഇത്രയും വലിയ സൈസിൽ അപൂർവമായിട്ട് ഇത്രയും സൈസിലൊക്കെ കാണാറുള്ളൂ. പക്ഷെ ഇവിടെ പ്യുവർ ജപ്പാൻ കൊണ്ടുപോയിട്ടാൽ നമ്മളെ ഫിൽട്രേഷനും ഇതൊക്കെ ആയാൽ സാധനം പ്യുവറായിട്ട് വളരും. അതിലൊരു അപ്പീലും ഇല്ല. ഫുഡ് ഈ ന്യൂട്രീഷൻ നല്ല ഇതുള്ള ഫുഡാണ്, വിറ്റാമിൻ ഉള്ള ഫുഡാണ്. അത് ഇന്ത്യയിൽ നമ്മളെ ഇതിൽ ഇല്ല. ഒന്ന് ഹിക്കാരി ഉണ്ട്, പിന്നെ ഒപ്റ്റിമുണ്ട്. അതാണ് ഇവിടെ ഫുഡ് ഒന്ന് അത് പുറമെ. പക്ഷെ അത് വളർത്തുന്നതിന്റെ ഒരു കഴിവ് അതുണ്ട്. വളർത്താൻ വെള്ളവും അതെ, നല്ല കെയറിങ് വേണം, നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ അതിനുള്ള താല്പര്യം വേണം. എന്നാൽ മാത്രമേ ആ ഒരു സൈസിലേക്ക് എത്തുള്ളൂ. 2 വർഷം അത്രയും ക്ഷമയോട് കൂടി വളർത്തിയിട്ടാണ് ഈ ഒരു സൈസിലേക്ക് ഇവിടെ എത്തിയത്. അപ്പോൾ ഇതിന്റെ ഇത് സർട്ടിഫിക്കറ്റോട് കൂടി കൊടുക്കാണ്ട്. ഈ വലിപ്പത്തിൽ 72 സെന്റിമീറ്റർ ഉള്ളത് സർട്ടിഫിക്കറ്റോട് കൂടി ഇവിടുന്ന് കൊടുക്കാനുണ്ട്. കേരളത്തിൽ ഇന്ത്യ ഒട്ടാകെയും ഈ ഒരു സൈസിൽ കൊറിയറായിട്ട് അവൈലബിൾ ആണ്. അത് നമ്മളെ ഇവിടെ വളർന്ന് വലുതായതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു 2 വർഷം കൂടി കഴിയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം 90-95 വരെ എത്തും. അത് നമ്മളവിടെ ഇന്ത്യയിലില്ലല്ലോ. ഇന്ത്യയിൽ ഉണ്ട്, വലിയ ഫാമുകളിലൊക്കെ ഉണ്ട്. അതൊക്കെ അത്രയും എക്സ്പെൻസീവ് ഫിഷ് ആയിട്ടാണ്. നമുക്കിത് ചെറുതാക്കി കൊണ്ടുവന്നാലും നമുക്ക് ഉഷാറാക്കി കൊണ്ടുവരാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വലിയ വിഷയം നമുക്ക് ഇറക്കി കൊടുക്കട്ടോ. നല്ല അടിപൊളി സാധനം, കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റിയുള്ള ഏത് ഫിഷാച്ചാ വലിയ സൈസിൽ. ജപ്പാനാണ്, നമ്മളെ സാധാ ഇന്ത്യൻ ബ്രീഡ് അല്ല. അപ്പൊ അതിനനുസരിച്ചുള്ള വില ആവും. അപ്പൊ ഈ കാണിച്ചതൊക്കെ മോഹവിലയാണ്. മോഹവിലയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ വില പറയാത്തത്. പറഞ്ഞിട്ട് കാര്യമില്ല. താല്പര്യമുള്ളവർ അദ്ദേഹത്തിന്റെ നമ്പറിൽ ചോദിച്ചു, നമ്പർ വീഡിയോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് വിളിക്കാം. എവിടേക്കും ഈ നമ്മൾ ഇവിടെ വലുതായ ആ ഒരു കോഴിക്കാർപ്പ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഇവിടെയുള്ള ഈ കോഴിക്കാർപ്പുകൾ ഈ ഒരു സൈസിലേക്ക് എത്തുന്നതിൻ്റെ മെയിൻ രഹസ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഫിൽട്രേഷൻ സിസ്റ്റമാണ്. അത് പക്കായാൽ മാത്രമേ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു കോഴിക്കാർപ്പിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തുള്ളൂ. അത് ഇവിടെ സമീർ ചെയ്ത സിസ്റ്റമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇതിലൂടെയാണ് ഈ 4 റമ്മാണ് ഉള്ളത്. അങ്ങനെ ഫസ്റ്റ് റമ്മ് ഇതിലൂടെയാണ് നമ്മളിത് സ്പോഞ്ച് ബ്ലാക്ക് സ്പോഞ്ച്, നീല സ്പോഞ്ച് അത് ഫിൽട്രേഷൻ അടക്കി ഇതിൽ കൂടെ വരും. അത് കഴിഞ്ഞിട്ട് ഇതില് വലയാണ്, നൈലോണിന്റെ വല നമ്മളെ കടലിലൊക്കെ. അപ്പൊ ഇതില് നമ്മളെ അതിന്റെ ഫുള്ള് ആക്സസറി K1 ബാക്ടീരിയാസ് ഒക്കെ നിർമ്മിക്കണ എയറേഷൻ ഇട്ടാണ്ട് അത് കൊടുക്കുക. പിന്നെ pH എപ്പോഴും ഫുഡും കാര്യമൊക്കെ കൊടുക്കണോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കാര്യം സ്റ്റേബിൾ ആകാൻ ഇതിൽ നമ്മൾ നീറ്റിക്കാക്കി ഇട്ടണം. ഇനിയാണെങ്കിൽ ഫിൽട്രേഷൻ നമുക്ക് ചെയ്തു കൊടുക്കാം. തായ്ലൻഡ് മോഡൽ. ഞാനൊക്കെ ഒരു 1.5 മാസം കൂടുമ്പോഴൊക്കെ ഫിൽട്ടർ ഇതാക്കലുള്ളൂ. വെള്ളം മാറുള്ളൂ. അത്രയും പ്യൂർ സാധനക്കാരം. അത്രയും വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി ഒന്നും ആവില്ല. ഇപ്പൊ ഫിൽട്രേഷൻ നമ്മൾ മീൻ പിടിക്കുമ്പോ ഓഫ് ആക്കിയിട്ടേക്ക. അതുകൊണ്ട് ഇനി ഫിൽട്രേഷൻ തുടങ്ങിയ ഭയങ്കര ഇതാവും. അപ്പൊ ഇത് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ
അപ്പോൾ 24 hours ഇങ്ങനെ വെള്ളം വെള്ളം ഇതായി നിൽക്കും കറങ്ങി. ക്ലീനിങ് എങ്ങനെ വരും? അപ്പോൾ ക്ലീനിങ് മാസത്തിൽ ഒരു നമ്മളെ കാർ വാഷ് ഇല്ലേ, മാസത്തിൽ ഒരു തവണ 1.5 മാസം കൂടുമ്പോൾ ഒരു തവണ ഒക്കെ ആ കാർ വാഷ് ഇട്ട് അടച്ചാണ്ട് അതൊരു 2 മണിക്കൂർ പണി ഉണ്ടാവുള്ളൂ. അതിപ്പോ നമ്മൾ അറിയണില്ല, അതിപ്പോ അത്രയും കൂടുമ്പോഴല്ലേ നമ്മളിത് ചെയ്യണുള്ളൂ. മുമ്പൊക്കെ ഞാൻ ചെയ്ത സിസ്റ്റം എന്ന് പറഞ്ഞാല് ഒരു 3 ബോക്സ് ഇനി സാധാ ഫിഷിന്റെ ബോക്സ്, അതെന്നും ആഴ്ചയിൽ ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഓവർഫ്ലോ ആയിട്ട് പോവലും ഇത് അങ്ങനത്തെ ഒരു പ്രശ്നം ഒന്നുമില്ല. അത്രയും സൂപ്പറാണ്. സ്വയം ചെയ്താണ്? നമ്മൾ സ്വന്തം ചെയ്തതാണ്. ഒരു നമ്മളെ ആൾക്കാർ അവിടുന്ന് പറഞ്ഞു തന്നിട്ട് ആ ഒരു മെറ്റീരിയലിൽ ചെയ്തതാണ്. അപ്പോ ഇങ്ങനത്തെ ഒരു ഡ്രം ആയാലും പറ്റില്ല അല്ലേ? ഒന്നും പറ്റൂല. മിനിമം 4 ഏറ്റവും കംഫർട്ട്. എന്നാലും ഇതിപ്പോ മുമ്പൊന്നും ആരും ഇങ്ങനെ ഈ ബാക്ടീരിയാസിന്റെ ചെയ്യില്ല. ബാക്ടീരിയാസ് എയറേഷൻ ചെയ്താൽ അത് ഭയങ്കര ക്വാളിറ്റി ആയിക്കാരം. മീനിന്റെ ക്വാളിറ്റി, മീനിന്റെ ഗ്രോത്തും കളറും ഒക്കെ അതിനായിട്ടാണ് ഞാൻ ഒരു ഡ്രം യൂസ് ചെയ്യണത്. 4 ഡ്രമ്മിലല്ലേ? ഇതിപ്പോ എന്താ സംവിധാനം? ഇത് ബാക്ടീരിയ ആണ്. ഇതിന്റെ ഇങ്ങോട്ട് മാത്രം ഇട്ടാല് ഉണ്ടോ, ഇത് ഫുള്ള് ബാക്ടീരിയാസാ. ഇതിൽ ഇനി കല്ലുണ്ടാവും. ബാക്ടീരിയ ഒക്കെ നശിച്ചിട്ട് വെള്ളം പോകുള്ളൂ അല്ലേ? ഇതിൽ അല്ല, ഇത് മീൻ നിർമ്മിക്കുന്ന ബാക്ടീരിയ ആണ്. മീനിന് വളർച്ചക്കുള്ള ബാക്ടീരിയ. ഇന്ത സാധനം ഇത് അതിന്റെ ക്യൂബിക് പറഞ്ഞ ഒരു കല്ലാണ്. കണ്ടോ, എയറേഷനും ഉണ്ട് ഇതില്. അതുകൊണ്ടാണ് അത്രയും മത്സ്യങ്ങൾക്ക് യാതൊരു കുഴപ്പം ഉണ്ടാവില്ല. ഇതാണ് ലാസ്റ്റ് സിസ്റ്റം. ഇതാണ് ലാസ്റ്റ്. ഇതില് നീറ്റ് കക്ക അത് നമ്മളെ നെറ്റില് കെട്ടിയാണ്ട് വെക്കുക. പിന്നെ UV ലൈറ്റ് അതാ ഈ കത്തുന്ന UV ആണ്. അത് ആവശ്യമില്ലാത്ത നമ്മളെ ജന്തുക്കള്, മീനിന് അസുഖങ്ങൾ വരുന്ന ആ സംഗതികളൊക്കെ ഇതിന്ന് കൊന്നിട്ടാ അങ്ങോട്ട് പോകുള്ളൂ. അപ്പൊ അതിനാണത്. അപ്പോൾ സമീർ പറഞ്ഞു കേട്ടില്ല. അപ്പോൾ 4 ഡ്രമ്മിലാണ് ഇവിടെ ഫിൽട്രേഷൻ സിസ്റ്റം ചെയ്തിട്ടുള്ളത്. അതാണ് ആ വെള്ളം അത്രയും പക്കാ ക്വാളിറ്റിയിലും കൊയ്ക്കാർപ്പിന് യാതൊരു അസുഖങ്ങളും ഇല്ലാത്തതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ ഇതേമാതിരി സെറ്റപ്പ് ചെയ്ത് കൊടുക്കും പറഞ്ഞു. നമുക്ക് പോണ്ടും ഉണ്ടാക്കി കൊടുക്കാം. അതേമാതിരി ഫിൽറ്ററും ഒക്കെ ഇതേമാതിരി റമ്മ് ഫിൽറ്ററും ഒക്കെ ചെയ്ത് കൊടുക്കാം. സ്ഥലം ഇല്ലാത്തവർക്ക് റമ്മ് ഫിൽറ്റർ ആക്കിയാണ്ടോ ഇത് ഉപയോഗിക്കാം. ഇത് സുഖമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കൊയ്ക്കാർപ്പിനെ വളർത്തുന്നുണ്ടെങ്കിൽ നിർബന്ധ ഫിൽട്രേഷൻ അതിന്റെ മസ്റ്റാ. അല്ലാതെ ഫിൽട്രേഷൻ നിർബന്ധമാണ്. വെള്ളം പക്കാ ക്വാളിറ്റിയിൽ ഗ്രോത്തിനും എല്ലാത്തിനും ഈ ഒരു ഗ്രോത്ത് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ ഒരു പോണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലം നിൽക്കും. പക്ഷെ അധികം ആയുസ് ഉണ്ടാവില്ല. ശരിക്കും കൊയ്ക്കാറും ശരിക്കും ആയുസ് എത്രയാണ്? 96 വർഷമൊക്കെ. അതായത് 96 വർഷം ഇപ്പൊ ജപ്പാനുകാർ പറയുന്നുണ്ട്. ഒരു 3 തലമുറ ജീവിച്ച കോഴിക്കാർപ്പുണ്ട്. 223 കൊല്ലം ജപ്പാനില്. അതാണ് ശരിക്കും നല്ല മനുഷ്യന്മാരെക്കാളും ആയുസാണ് ശരിക്കും. അതന്നെ. ഇപ്പൊ ഇപ്പോഴത്തെ മനുഷ്യന്മാർക്ക് ആയുസാണ് 40, 50, 60. കോഴിക്കാർപ്പിന് ഇപ്പോഴും ഏകദേശം 90-100 വർഷം വരെ വയസ്സുണ്ട്. അതിനനുസരിച്ചുള്ള ഫുഡും ഫിൽട്രേഷനും വേണം. അല്ലാതെ ഫുഡ് പക്കായിരിക്കണം. എല്ലാം ഒത്തുകൂടി വന്നാൽ ആ കോഴിക്കാർപ്പ് ഒരുപാട് കാലം ജീവിക്കും. നല്ല സൈസ് ആവും ചെയ്യും. കൂടുതൽ ഭംഗി, വലിപ്പം കൂടുന്തോറാണ് അതിന്റെ ഭംഗി കൂടുക. റൗണ്ട് ഷേപ്പിൽ ഇങ്ങോട്ട് വന്നാണ്ടേ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കോഴിക്കാർപ്പിനെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സൈസ്, ഇത്ര അടുത്ത് വന്ന് ഒരു കോഴിക്കാർപ്പിനെ ഇത്രയും വലുപ്പമുള്ളത് കാണുന്നത്. നമ്മൾ സാധാരണ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത്രയും വലുപ്പമുള്ള കോഴിക്കാർപ്പിനെ ഞാൻ ഇതിൻ്റെ ചരിത്രത്തിൽ ഞാൻ വീഡിയോ എടുത്ത് സത്യം പറയാം ഇത്രയും വലുപ്പമുള്ളത് കണ്ടിട്ടില്ല. 2 അടി വലുപ്പമുള്ള ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും വലുപ്പമുള്ള, ഇത്രയും ജംബോ സൈസായിട്ട്, ഇത്രയും തിക്നെസ് ആയിട്ടുള്ള കോഴിക്കാർപ്പിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇനി നമുക്ക് തായ്ലൻഡ് നമുക്ക് എടുക്കാം. ബാക്കി കട്ട് ചെയ്ത് തായ്ലൻഡാണ്. ഇതില് ഇതൊക്കെ നമ്മള് ഇവിടെ വലുതാക്കണത് തന്നെയാണ്. പിന്നെ ഒക്കെ തായ്ലൻഡ് പിന്നെ നമ്മൾ വലിയ പീസ് ഇറക്കലില്ല അവിടുന്ന്.
കാരണം ജപ്പാനും ജംബോ ഹെഡ് ഉള്ളത് അത് ജംബോ ഹെഡ് ഉള്ളത് തായ്ലൻഡിന് ഇടക്ക് റയർ ആയിട്ട് വരുന്നതാണ്. ഇത് കൊഹാക്കുവാ. മുറി ജംബോ ഹെഡിന് കണ്ടില്ല ഞങ്ങൾ ചെറിയൊരു ഷേപ്പ് ആണോ? തായ്ലൻഡാണ്. ഇത് ഏകദേശം ഞാൻ 6 ഇഞ്ച് 8 ഇഞ്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ആ സൈസ് വലുതായതാ. ഇതിപ്പോ ഏകദേശം 52 53 ഒക്കെ ഉണ്ടാവും. പിന്നെ ഇത് ഗോൾഡൻ, അത് ഗോൾഡൻ അല്ല സിൽവർ. ഉണ്ടല്ലേ, നല്ല സൂപ്പർ സാധനം. നല്ല തായ്ലൻഡ് മോശമുള്ള ബ്രീഡല്ല, നമ്മളെ ഇന്ത്യൻ ലോക്കൽ ബ്രീഡിനെക്കാളും എത്രയോ നല്ല ബ്രീഡാ. ഇത് സുഷിയിൽ പെട്ട ഐറ്റംസാ. ഉണ്ടോ? ഇത് നമ്മളെ ഇതൊക്കെ 7 ഇഞ്ച് 8 ഇഞ്ചാണ് ഞാൻ ഇറക്കല്. അവിടുന്ന് ഇങ്ങോട്ട് ആയതാണ് സാധനങ്ങളൊക്കെ. 7 ഇഞ്ച് 8 ഇഞ്ചാണ് ഞാൻ തായ്ലൻഡ് സാധാരണ വലുത് ഇറക്കില്ല. ഒക്കെ അവിടുന്ന് വരുന്ന വലുതാകുന്ന പീസാ. ഇത് കുജാക്കൂല് പെട്ട ഐറ്റംസാ. ഷേപ്പ് ജപ്പാന്റെ ഷേപ്പിൽ കുറച്ച് മാറ്റം ഉണ്ടാവും. നല്ല അടിപൊളി സാധനങ്ങളാട്ടോ. നമ്മൾ ഇവിടെ ഇന്ത്യൻ ബ്രീഡ് ഇങ്ങനെ ഇട്ട് നടക്കണേലും നല്ലത് പെട്ടെന്ന് ഒരു കൊല്ലം 2 കൊല്ലം കൊണ്ട് ഇത് വേഗം 55 CM ഒക്കെ ഇത് എത്തും. അപ്പം നമുക്ക് ഇതാണ് നല്ലത്. പക്ഷെ ലോക്കൽ ബ്രീഡ് നമ്മളെ എത്തില്ല കേട്ടോ. നമ്മളതിൽ ഓൺലി തായ്ലൻഡ്, ജപ്പാന്. അഞ്ഞ് ഫുള്ള് തായ്ലൻഡാ. ഇത് ഒഗോൺ വെറൈറ്റിയാ. അതായത് കരാശി മഞ്ഞൻ്റെയിൽ പെട്ട വേറെ ഓരോരോ ഇതാ. ഇത് ആര്യവാക്ക് പറഞ്ഞ യെല്ലോയും വെള്ളയും. ആര്യവാക്ക്. ഇത് ഗോൾഡൻ ജിൻഡ്രിന്. ആണോ? ഇത് അയ്യുസൂരി. അയ്യുസൂരി കുറച്ച് വലിപ്പമുണ്ട്. ജപ്പാന്റെ അത് കണ്ടമായിട്ടുള്ള അതില് തായ്ലൻഡുകാർ ബ്രീഡ് ചെയ്യണ സാധനം. അവിടുത്തെ ക്വാളിറ്റി ആകുമ്പം പക്കാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, നല്ലോ മാറും ജപ്പാനാകുമ്പോ. തായ്ലാൻഡ് ഒരു പറയണത് പോലെ നല്ല ഫാമൊക്കെ 70 പുറത്ത് കിടക്കുന്ന. ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫാമിൽ തന്നെയാണ് നമ്മളെ പർച്ചേസ്. നമ്മൾ ചെയ്യണത് 3 ഇഞ്ചും 7 ഇഞ്ചും. അത് 2 ബേബീസ്. ഇതൊക്കെ ആ ബേബീസ് ഇപ്പൊ 3 ഇഞ്ച് ഏകദേശം 300 350 400 അതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധനം കൊടുക്കും. പിന്നെ 6 ഇഞ്ച് 7 ഇഞ്ച് ഏകദേശം 1000 മുതൽ 3000 റുപ്യേൻ്റെ ഉള്ളിൽ വരെ ഉണ്ടാവും. ഇപ്പോൾ കൊയ്ക്കാർപ്പ് വളർത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജാപ്പനീസ് ആണെങ്കിലും തായ്ലാൻഡ് ആണെങ്കിലും നമ്മൾ മിനിമം എത്ര സൈസുള്ള ടാങ്കുകൾ വേണം? സൈസ് മിനിമം ഒരു 1.5 മീറ്റർ നീളും 1.5 മീറ്റർ വീതിയും വേണം നിർബന്ധമായിട്ട്. കാരണം അതിന്റെ പോണ്ടിനെ ബേസ് ചെയ്ത് ഇക്കാരം അതിന്റെ വളർച്ച. പോണ്ട് ചെറുതാണെങ്കിൽ ഓല് അതിനനുസരിച്ച് മന്ദഗതിയിലേ വളരുള്ളൂ. അപ്പൊ പോണ്ട് കുറച്ച് വിസ്താരകൃതി ഉണ്ടായി കഴിഞ്ഞാല് അത്രയും നല്ല ഷുവറായിട്ട് ഉഷാറായിട്ട് വളരും. അത് ഏത് കാർപ്പാണെങ്കിലും ഇന്ത്യൻ കാർപ്പിൻ്റെതല്ല ജപ്പാനും ഇതും. ഇന്ത്യൻ കാർപ്പ് പിന്നെ അധികം വലിപ്പം വെക്കാറില്ലല്ലോ. അത് പിന്നെ ഒരുപാട് ആളുകൾ ചോദിക്കും, ഞാൻ ഇപ്പൊ കൊണ്ടുപോയിട്ടിട്ട് അതേമാതിരി തന്നെ അതിന്റെ കൂട്ടത്തിലുള്ള ഗൗര ഭയങ്കരമായിട്ട് വളർന്ന് കോയിക്കാർപ്പ് അതേപോലെ നിൽക്കുകയാണ്. എന്താ അതിന് കാരണം? അത് നമ്മളെ ബ്രീഡാകുമ്പോ അങ്ങനെ ഇവര് കുറേ 1 ലക്ഷക്കണക്കിന് കുട്ടികൾ ഉണ്ടായാൽ തന്നെ അതിന് സെലക്റ്റീവായിട്ട് വളരെ കുറച്ച് ഈ ജപ്പാനിലൊക്കെ 1000 2000 പീസൊക്കെ എടുത്തുകൊണ്ട് അത്രയും കെയർ ചെയ്തിട്ടാണ് നോക്കുന്നത്. ബാക്കിയൊക്കെ ഒരു കള്ള് ഒഴിവാക്കുകയാണ്. ആർക്കും പുറത്തേക്ക് കൊടുക്കൂല. തായ്ലൻഡും അങ്ങനെ തന്നെ. അപ്പൊ അതാണ് നമ്മളെ ഇന്ത്യൻ ബ്രീഡ് ഫുൾ എടുക്കുകയാണ്. അതിൽ വളരാത്തതാണ് അധികം എന്നുള്ളത് നമ്മളെ ആളുകൾ പഠിക്കണം. അത്രയും ശ്രദ്ധിച്ചിട്ട് അവൻ അതുകൊണ്ടാണ് അവരെ മാറ്റം. നമ്മളെ ഇന്ത്യൻ ബ്രീഡിൽ വരുന്ന അതേ ബ്രീഡ് തായ്ലൻഡിലൊക്കെ വരും. പക്ഷെ ഓരൊക്കെ അത് മാറ്റി മാറ്റി റെഡി ആക്കിയാണ്ട് എടുക്കുകയാണ്. നമ്മൾ കിട്ടുന്നത് ഫുൾ എടുക്കുകയാണ്. 1 ലക്ഷം കുട്ടികളാണെങ്കിൽ ആ 1 ലക്ഷം എടുക്കുക. ജാപ്പനീസ് കോഴിക്കാർപ്പ് 1000 കുഞ്ഞുങ്ങളുണ്ടായി. 1000 കുഞ്ഞുങ്ങൾക്ക് ആ ക്വാളിറ്റി ഒരിക്കലും ഉണ്ടാവില്ല. ഒരിക്കലും വളരെ റയറായിട്ട് 100 കുട്ടിയൊക്കെ ആ ക്വാളിറ്റി കിട്ടുള്ളൂ. ബാക്കി ഫുള്ള് തള്ളാനുള്ളതാ. ക്വാളിറ്റി കുറഞ്ഞാലും ഇറക്കി വിടും. അതന്നെ.
ക്വാളിറ്റി കുറഞ്ഞു. ഓല് പുറത്തേക്ക് തന്നെ കൊടുക്കൂല. ഓല അവിടെ കൃഷിക്ക് ഈ താറാവ് കൃഷി അങ്ങനെയുള്ളതിനൊക്കെ ഒഴിവാക്കി വിടും. അതിന് കൊടുക്കും, പുറത്തേക്കാർക്കും കൊടുക്കൂല. കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഫാമിനൊക്കെ ഭയങ്കര ബട്ടർഫ്ലൈ ആണ്. തായ്ലൻഡ് നല്ല ഭംഗി വലിപ്പം. ആ നല്ല ഡോർസലൊക്കെ കണ്ടില്ല നിങ്ങള്. ഇത് ബുദ്ധോഗരാമോ. ആ പിന്നെ ഇത് ചഗോയിൽ പെട്ട വേറൊരു ഐറ്റാ, കുറച്ച് ബ്ലാക്കാ. ആ ആ പിന്നെ ഇത് സുഷിയിൽ പെട്ട ദൊയ്സ്തൂല് പെട്ട ആ കളറില്ലാത്ത അത്. ഇത് കൊഹാക്കു. ആ തായ്ലാൻഡ് കൊഹാക്കു. അതിന് ചെറിയൊരു ഹമ്പ് വരുന്നുണ്ടല്ലോ. ആ അതിന് ഹമ്പുണ്ട്. അത് ഫിഷ് നന്നാവും തോറും ബ്രീഡിങ് ഒന്നും കൂടി നന്നായാൽ അമ്പ് ചെറുങ്ങനെ കാണൽ തുടങ്ങും. പ്യുവർ അമ്പ് ജപ്പാനിന് മാത്രമേ കാണുള്ളൂ. ആ അമ്പ്. ആ നമുക്ക് ഇതിന്റെ ഒക്കെ ചെറുതും അവൈലബിൾ അല്ലേ? ഓ ചെറുതൊക്കെ കൊടുക്കാം. ഇതിപ്പോ ഏകദേശം എത്ര ആവറേജ് സൈസ് ആയതാണ്? ഇതൊക്കെ ഏകദേശം 50 സൈസ് ഉണ്ട്. ഇത് ആ ഇതൊക്കെ 45, 46. ആ ഇതൊക്കെ ഒരു 34, 35 തന്നെ. ആ ബ്ലാക്ക് ജിൻട്രീനുള്ള. ആ ജംബോ അല്ല, തായ്ലൻഡില് ജംബോ. തായ്ലൻഡ് ചഗോയിന്റെ ബ്ലാക്ക് ആണ്. ആ അവിടെ മാറിക്കട. ഇത് സുഷിയിൽ പെട്ട ഐറ്റംസാ. ആ സ്കെയിലുള്ള കുറച്ച് വലിയ. ആ ഇതും അതേമാതിരി. ആ റയർ വെറൈറ്റികൾ അതൊക്കെ. ഇതുണ്ടോ? ഇത് സാങ്കേല് പെട്ട വെറൈറ്റി. ആ ഇത് 55 ഒക്കെ ഉണ്ടാവും. ആ പിന്നെ എല്ലാ ഡീറ്റെയിലും നമ്മളെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിൽ KRL അക്കോ, അതേമാതിരി KRL അക്കോ ഫേസ്ബുക്ക്, KRL അക്കോ യൂട്യൂബ്, അതിൽ സെർച്ച് ചെയ്താൽ എല്ലാ അപ്ഡേഷനും അപ്പോൾ വരും. ആ അപ്പം നമ്മളെല്ലാ അപ്ഡേഷനും അതിലും ഇടും. അപ്പം എല്ലാവരും അത് ഫോളോ ചെയ്യുക. ആ ആയിക്കോട്ടെ എന്നാ മാറി. ആ എന്നാ ഒന്ന് പിടിച്ചോളാം. ഉണ്ട് ഇപ്പം ഉണ്ട്. ആ അപ്പോൾ നമ്മളിപ്പോൾ ജാപ്പനീസ് കോയി കാർപ്പള കണ്ടു, തായ്ലാൻഡ് കണ്ടു. തായ്ലാൻഡ് ഇപ്പോൾ വെറൈറ്റി ആയിട്ടുണ്ട്. തായ്ലൻഡ് ഇപ്പം ഏകദേശം ഇവിടെ വലിയ സൈസ് ഒരു 8-10 വെറൈറ്റി ഇപ്പം നമ്മൾ കാട്ടി തന്നു ഇവിടെ. അതിൽ 3 ഇഞ്ച് മുതൽ അവൈലബിൾ ആണ്. 3 ഇഞ്ച്, 6 ഇഞ്ച്, പിന്നെ ഈ സൈസും ഉണ്ട്, ഈ വലിയ സൈസും ഉണ്ട്. ആ ജാപ്പനീസ് കോയി കാർപ്പള എത്ര നമുക്ക്? ജാപ്പനീസ് ഇപ്പം ബേബീസ് ഒരു 10-20 പീസേ അവിടെ ഉള്ളൂ. അതെ. ആ ഇനി സാധനം വരുന്നുണ്ട്. നോട്ട് കഴിഞ്ഞാലും അതിന്റെ അത് എത്ര ഇഞ്ച് പോലെ അവൈലബിൾ ആണ്? അത് 7 ഇഞ്ച് മുതൽ ജാപ്പനീസ്. ആ സർട്ടിഫിക്കറ്റോട് കൂടി. ആ അപ്പോൾ നമ്മളെ സമീർ പറഞ്ഞു കേട്ടില്ലേ, നമ്മളെ ഈ ഒരു ഫാമിൽ തായ്ലാൻഡ് കൊയ്ക്കാർപ്പുകൾ 3 ഇഞ്ച് മുതൽ അവൈലബിൾ ആണ്. ജാപ്പനീസ് കൊയ്ക്കാർപ്പുകളാണെങ്കിൽ 7 ഇഞ്ച് അവൈലബിൾ ആണ്. അത് സർട്ടിഫിക്കറ്റോട് കൂടി. പിന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്മൾ കണ്ട ആ ഒരു കൊയ്ക്കാർപ്പും ഇവിടെ കൊടുക്കാനുണ്ട്. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ അത്രയും വലിയ സൈസിലുള്ള കൊയ്ക്കാർപ്പ് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഇപ്പോൾ അപൂർവങ്ങളായിട്ട് എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം, പക്ഷേ വീഡിയോയിൽ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. പുറം സംസ്ഥാനങ്ങളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത്രയും വലിയ സൈസിൽ എത്തുന്നത് വളരെയധികം അപൂർവമാണ്. അത് ആ വളർത്തുന്നതിൻ്റെ കെയറിങ്ങും ഫിൽറ്റർ സിസ്റ്റം കൊണ്ടാണ് അത്രയും ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കൊയ്ക്കാർപ്പുകൾ, തായ്ലാൻഡ് കൊയ്ക്കാർപ്പ്, ജാപ്പനീസ് കൊയ്ക്കാർപ്പുകൾ പ്യുവർ ക്വാളിറ്റി സർട്ടിഫിക്കറ്റോട് കൂടി നമ്മളെ സമീറിൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അത് കേരളത്തിലും